ഇന്ന് നമുക്ക് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു അടിപൊളി മത്തിക്കറി തയ്യാറാക്കാം. ചോറിന് പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ, ഈ ഒരു ഒറ്റ കറി മാത്രം മതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഹോം ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് കറിയിലേക്കുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അരിപ്പ് ഉപയോഗിച്ചിട്ട് തേങ്ങ നന്നായി പിഴിഞ്ഞ് 1-ാം പാല് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ 1-ാം പാല് റെഡി ആയിട്ടുണ്ട്. ഇനി അതേ പിഴിഞ്ഞെടുത്ത തേങ്ങ വീണ്ടും മിക്സിയിലേക്ക് ഇട്ട് ഏകദേശം 1/4 കപ്പ് വരെ വെള്ളം ചേർത്ത് വീണ്ടും അരച്ചെടുക്കാം. ഇത് പിഴിഞ്ഞെടുത്താൽ 2-ാം പാല് റെഡിയാകും. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി ഒരു നല്ല മണം വരുമ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി 2-ാം പാലിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് ഈ ഒരു റോസ്റ്റ് ചെയ്ത പൊടിയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മത്തി ഏകദേശം 200 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി ഇളക്കിയ ശേഷം 3 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് വീണ്ടും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 4 മുതൽ 5 വരെ കുടംപുളി നേരത്തെ വെള്ളത്തിൽ ഞാൻ കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ആവശ്യത്തിന് ബാക്കിയുള്ള 2-ാം പാലും ചേർക്കാം. ഇവിടെ സ്പൂണ് കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല, പകരം ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയായിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മീൻ അധികം പൊട്ടിപ്പോകാതെ ഇരിക്കും. ഇനി ഒന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നന്നായി തിളച്ചു വന്നാൽ വീണ്ടും ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഏകദേശം 7 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചാൽ മീൻ നന്നായി വെന്ത് വരും കേട്ടോ. മസാലയും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. ഈ സമയത്ത് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ പുളി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 കുടംപുളി നമുക്ക് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഈ ടൈമിൽ വെള്ളം കൂടുതലാണെന്ന് തോന്നിയാൽ 2-ാം പാല് നന്നായി വറ്റിച്ചെടുത്തതിന് ശേഷം മാത്രമേ 1-ാം പാല് ചേർക്കാവൂ കേട്ടോ. ഇനി കട്ടിയുള്ള 1-ാം പാല് ചേർത്ത് ലോ ഫ്ലെയിമിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഈ സമയത്ത് കറി അധികം തിളപ്പിക്കാൻ പാടില്ല. ചെറുതായി തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ ചട്ടി ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്ക് ഉള്ളി കാച്ചെടുക്കണം. അപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് മീൻ കറിയിലേക്ക് ചേർക്കാം. ഇനി ഒന്ന് മൂടി വെച്ചാൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റ് ഒക്കെ കറിക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ നല്ല തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും അമർത്താനും മറക്കരുത്.